ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസ് സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഷൂട്ട് ആക്ച്വലി ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞതും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഷൂട്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടോട്ടൽ ഫാമിലി ഓണം ഷൂട്ട്. ഇത് ഈ വൈശാഖേട്ടനും കട്ടയും ഒക്കെ ലീവിന് വരുന്നതിന് മുന്നേ ഞാനും കല്യാണിയും കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു. കാലിക്കറ്റ് കെട്ടാങ്ങൽ NIT-അടുത്തുള്ളൊരു സ്റ്റുഡിയോ ആണ് ഗോഷോ സ്റ്റുഡിയോ. അവിടെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ സ്റ്റുഡിയോയിലേക്ക് കണ്ണ് തട്ടുന്നതിന് മുമ്പേ ഫസ്റ്റ് ഞാൻ നോക്കിയത് ഇതിന് ചുറ്റുമുള്ള സ്ഥലവും വീടുകളുമാണ്. ഒരുപാട് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പം തന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ കട്ട പറഞ്ഞു, എടി നമുക്ക് ഇവിടെ സ്ഥലം എടുത്താലോ എന്നിട്ടോ. ഞങ്ങൾ ഇങ്ങനെ സ്ഥലം എടുക്കണം, വീട് വെക്കണം എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കണ്ടപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഏരിയ ആണെങ്കിലും ഒരുപാട് വീടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് നെയ്ബേഴ്സ് എപ്പോഴും എന്താ പറയുക, പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം എല്ലാവരും NIT-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അവിടെ വീടുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു അടിപൊളി സ്റ്റുഡിയോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരത്തേട്ടനാണ്, അതായത് കട്ടേൻ്റെ കല്യാണിൻ്റെ ഒക്കെ വെഡ്ഡിങ്ങിന് വർക്കൗട്ട് ചെയ്ത് ശരത്തേട്ടനാണ്. അപ്പോൾ അങ്ങനെയാണ് ആളെ ഞങ്ങൾക്ക് പരിചയം. ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നു. ഈ ഡ്രസ്സിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞാനും കല്യാണി എടുക്കും. ഞങ്ങളുടെ പ്ലാനാണ്. ആൻഡ് ഞങ്ങളെല്ലാവരും കൂടെ അന്ന് പോയി എടുത്തതാണ് കേട്ടോ. ഈ ഡ്രസ്സൊക്കെ എല്ലാം സ്റ്റിച്ച് ചെയ്തൊക്കെ രജിതേച്ചിയാണ് ആസ് യൂഷ്വൽ. ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇളയമ്മയും അച്ഛനും കൂടെ വേണമായിരുന്നു. അവർക്കും ഈ സെയിം കോസ്റ്റ്യൂമും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഇളയമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. തീരെ വരാൻ പറ്റുന്നൊരു സാഹചര്യമേ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇതിലില്ലാത്തത്. അതിൽ ശരിക്കും ഞങ്ങൾ ആകെ ഡൗൺ ആയിരുന്നു. അയ്യോ പണി പാളി എന്നുള്ള രീതിക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ രണ്ടും കൽപ്പിച്ച് പോന്നു. കാരണം ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കട്ട ലീവ് കഴിഞ്ഞ് പോകുമായിരുന്നു. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് എടുക്കാൻ വന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു, ഇവിടുന്ന് പോയി കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ നിന്ന് അവരെ ഒരുക്കിയിട്ട് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താലോ എന്ന്. തിരിച്ച് ചെന്നപ്പോഴും അതല്ലായിരുന്നു സാഹചര്യം. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായേനെ. ഈ സാരിയും ബ്ലൗസും അതുപോലെ ജെൻസിൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഫുള്ള് നമ്മൾ സൂര്യ സിൽക്സ് എന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അങ്ങനെ തുമ്പമ്മയൊക്കെ ഇവിടെ ഏർത്തുല്ലസിച്ച് നടക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ടൈം കിട്ടിയത് വൈകുന്നേരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇരുടാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഈ മക്കളെയും വെച്ചുകൊണ്ട് ഈ ഒരു ഷൂട്ട് അത് കുറച്ച് പണിയായിരുന്നു. അല്ലുട്ടനും തുമ്പിയും ഒന്ന് ഒതുങ്ങുമ്പോൾ ഹേസും അലമ്പാക്കും. ഇനി ഹേസും ഒതുങ്ങുമ്പോൾ അല്ലും തുമ്പീനെയും കാണൂല. അങ്ങനെയായിരുന്നു കേട്ടോ. ഹേസു ആണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അവളുടെ കുറച്ച് പിക്സേ നമുക്ക് കയ്യിൽ മര്യാദയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ആദ്യം നമ്മൾ ടോട്ടൽ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു. അതിനുശേഷം പിന്നെ ഓരോരോ ഫാമിലി കുട്ടി കുട്ടി ഫാമിലീസായിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് പറഞ്ഞത്, അയ്യോടാ നമുക്ക് കുറച്ചുകൂടെ പിക്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും വൈശാട്ടനും കട്ടയും മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ, പിന്നെ അതുപോലെ അച്ഛനും മക്കൾ മാത്രമുള്ള ഫോട്ടോ, അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ എടുത്തില്ല ഗൈസ്. ഇവരെ ഇടയിൽ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇരടാവും കൂടെ ചെയ്തപ്പോൾ പിന്നെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. എന്നാലും അത്യാവശ്യം പിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല പിക്സ് ആയിരുന്നു കേട്ടോ. ഓവർ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളി പിക്സ് ആയിരുന്നു. അവരെന്നെ കേട്ടോ എഡിറ്റ് ചെയ്ത് തരും ഒക്കെ ചെയ്യാം. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഇതിൻ്റെ സൈഡിൽ അവരുടെ ഇൻസ്റ്റാ പേജ് കൊടുക്കാവേ. പേടിച്ചു കുത്തിരിക്കാൻ തോന്നുന്നു. ഇങ്ങോട്ടൊക്കെ തുമ്പ ചെറിയല്ല ഇങ്ങനെ ഇടിച്ചാ തുമ്പിന്റെ ചൊപ്പിക്ക അയ്യോ വീടോ തുമ്പി ചിരിക്കും മോളെ, തുമ്പി ചിരിക്കി, തുമ്പി ചിരിക്കി. എപ്പോഴാണ് ഐസ്ക്രീം കിട്ടുക? ഇവിടെ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്ന പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്ന കുട്ടികളും അങ്ങോട്ട് നോക്കുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുന്ന കെട്ടിയോനുമായിരുന്നു. പക്ഷേ കെട്ടിയോൻ ഇത്തവണ കുറച്ച് എന്നോട് സഹകരിച്ചിരുന്നു. പക്ഷേ ഈ എണ്ണ ഉണ്ടല്ലോ, അല്ലൂസ് നോക്കുന്നോർത്തെ തുമ്പി നോക്കൊരു വാശിയായിരുന്നു തോന്നുന്നു. ഇവർ രണ്ടുപേരും കൂടെ കുറേ നേരമൊക്കെ ഞങ്ങളിട്ട് കളിപ്പിച്ച് ഒരു 10, 20, 25 ഫോട്ടോ എടുത്താൽ അതിൽ ഒരെണ്ണം ശരിയാവുന്നറിയില്ലേ, അതാ ടൈപ്പായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഷൂട്ട്. പിന്നെ അടുത്തത് ഹേസു പറയണ്ട, ക്ലിക്ക് ചെയ്യുന്ന ടൈം ആകുമ്പോൾ കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ അത് അലമ്പാവേ. പിന്നെ ഓളൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് തുമ്പി മുടി പിടിച്ച് വലിക്കുക. അങ്ങനത്തെ ഓരോ പരിപാടിൻ്റെ പൊന്നെ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറത്തേതേം പലകണ്ടേ അതും കണ്ടിട്ടാണ് ഞങ്ങൾ ആ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്.
ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇളയമയും അച്ഛനും കൂടെ വേണമായിരുന്നു എന്ന്. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് കേട്ടോ ഒരു വന്നിരുന്നെങ്കിൽ ഇതുപോലെ നിന്ന് തരില്ലായിരുന്നു എന്ന്. കാരണം മക്കളുടെ വാശിയും മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞൊരു ഇച്ചിരി സമയമാണ് അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ആ സമയം അവരുടെ മാക്സിമം വികൃതി അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ മാനേജ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാമറമാന് വല്ല അവാർഡും കൊടുക്കണം, കൂടെ ഇരിക്കുന്ന ഞങ്ങൾക്കും. എന്നെപ്പോലെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് മാറി കേട്ടോ. മാറാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അടുത്ത കോമഡി എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലുട്ടന് മുണ്ടും തുമ്പമ്മയ്ക്ക് പാവാടയും വാങ്ങിക്കേണ്ട, അത് വീട്ടിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഷൂട്ടിനേക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നല്ലോ. അങ്ങനെ ഷൂട്ടിന് തലേന്നാണോ അല്ലെ അന്ന് രാവിലെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. തുമ്പി അല്ലും വല്ലാണ്ട് വലുതായിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് ചെറുതായിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പം തുമ്പിയുടെ പട്ടുപാട നിലം മുട്ടേ നിൽക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച പട്ടുപാടാൾ മുട്ടിന് കുറച്ച് താഴേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലുട്ടന് നല്ല നീളം ഉണ്ടാവുമെന്ന് വിചാരിച്ച മുണ്ട് ഇതാ ഒരു മുക്കാൽ മുണ്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ദൈവമേ ഇപ്പം ഇനി എവിടെ പോകുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞത് ഫാഷനാണ് വിചാരിച്ചോട്ടെ, അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കൊണ്ടുവന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ട് അയ്യോ എൻ്റെ മക്കൾ ഇത്ര നീളം വെച്ചോന്ന്. ഡെയിലി കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാകത്തില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, നിങ്ങൾ ഡെയിലി കാണുന്നുണ്ടല്ലോ അവരെ. പക്ഷേ ഇവർ നല്ല നീളം വെച്ചു ഗൈസ്. അത് ഞാൻ അന്നാണ് ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയതെന്ന് മാത്രം. അങ്ങനെ പിന്നെ ഞങ്ങളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. അല്ലാതെ ഇപ്പോൾ എന്താക്കാൻ ആ ഒരു ലാസ്റ്റ് നിമിഷത്തേക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടാവെന്ന് പറഞ്ഞു ഞാൻ. അല്ലെങ്കിൽ തന്നെ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ കിട്ടിയാണല്ലോ. അല്ലെങ്കിൽ വർക്കുള്ള പട്ടുപാടകളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ. ഹേസും തുമ്പിയൊക്കെ ഒരുപോലത്തെ ആയിക്കോട്ടെ ഞാൻ പിന്നെ അതന്നെ അങ്ങ് ഇടിയിപ്പിച്ചു. പിന്നെ ഷൂട്ടിന് അന്നത്തെ ദിവസം ഞാൻ ശരിക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒരുങ്ങുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് അന്ന് രാവിലെ വേറെ ഷൂട്ടുണ്ടായിരുന്നു. ആ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ നല്ല സൈഡാണ്, ശരിക്കും എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ സാരി ഉടുത്തു എന്നല്ലാതെ മേക്കപ്പോ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കിനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ നിന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാനും കല്യാണിയൊക്കെ സാരി ഉടുപ്പിച്ചത് ആ മതി ഏച്ചെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. കാരണം ഹേസുവിന് വയ്യായിരുന്നു, അന്ന് നെബുലൈസ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ഡെയിലി നെബുലൈസ് ചെയ്യാൻ വേണ്ടി KMCT പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയൊരു ഷൂട്ടാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇളയമ്മയ്ക്ക് വയ്യ, ഹേസുവിന് വയ്യ, എനിക്ക് ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും സൈഡ്, കല്യാണിക്കും ഉണ്ടായിരുന്നു വയ്യായിക. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വയ്യാത്തൊരു ദിവസം. പക്ഷെ നമുക്കിതല്ലാത്ത വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തത്രപ്പാട് വെച്ചിട്ട് ഈ ഒരു ഷൂട്ട് നടത്തിയത്. പക്ഷെ നടത്തിയത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ പേര് കമൻ്റ് ഇടുന്നു, ചേച്ചി നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാവരും കൂടെ ഒരു ഷൂട്ട് എടുക്കണം എന്നൊക്കെ കുറേ കമൻസ് ഒക്കെ കാണാം. അതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സർപ്രൈസ് ആയിട്ട് അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് ആ ഒരു ഫോട്ടോ ഇട്ടത്. ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിരുന്നു അത്. അപ്പം പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് എന്തായാലും ഇത്രയും വൃത്തി കിട്ടത്തില്ലായിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് വീട്ടിൽ നിന്ന് എടുക്കാം എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അതിൻ്റെ പിന്നാലെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും. അതുകൊണ്ട് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത സ്ഥലത്ത് പോയി എടുക്കുന്നതല്ലേ നല്ലതെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ അമ്മായിമ്മയും മരുമക്കളും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങളങ്ങനെ എന്താ പറയുക, അമ്മ ഇങ്ങനെ ഇരുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അച്ഛനിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടം, ഞാൻ വരില്ല അങ്ങനെയൊന്നും പറയില്ല, ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അമ്മ അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾക്ക് പിടിതരാറില്ല. പക്ഷെ ഇപ്പം അമ്മ കുറേ ചേഞ്ച് ആയിട്ടോ. ആദ്യമൊക്കെ ആയിരുന്നു ക്യാമറ ഉണ്ട് അമ്മ ഓടും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എൻ്റെ കൂടെ കുറച്ചൊക്കെ ഒന്ന് നിന്നരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം കല്യാണിയും കട്ടയൊക്കെ ഹേസുവിനെയും കൊണ്ട് സ്റ്റുഡിയോൻ്റെ പുറത്ത് പോയി. അമ്മാതിരി കരച്ചിലായിരുന്നു ഹേസു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടെ ഒന്ന് ഫോട്ടോ എടുത്തു. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുപ്പൊക്കെ. അങ്ങനെ തുമ്പീനെയായിരുന്നു എൻ്റെ പൊന്നെ, ഞാൻ നോക്കില്ല, മോളെ നോക്ക് മോളെ, അങ്ങനെയായിരുന്നു അവള്. പിന്നെ ഞങ്ങൾക്കുണ്ടായ വലിയൊരു ടാസ്ക് ഈ ജമ്പനെയും തുമ്പനെയും ഒന്ന് പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം ഹേസു കരഞ്ഞ് വരുന്നതിന് മുമ്പേ നമ്മൾ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇരുട്ടാവുന്നതിന് മുമ്പേ മാക്സിമം ഫോട്ടോസ് എടുപ്പിക്കുക. ഇതായിരുന്നു മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലുവിനെയും തുമ്പീനെയും വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലു നിൽക്കുമ്പോൾ തുമ്പി നിൽക്കില്ല, തുമ്പി നിൽക്കുമ്പോൾ അല്ലു നിൽക്കില്ല. ഇവരെ ശരിക്കും എനിക്ക് തോന്നൽ വെള്ളി നക്ഷത്രത്തിലെ ജഗദീഷുമാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ചിരിക്കും ഒരാൾ കരയും, ഒരാൾ ചിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വഭാവമാണ് ഇരിക്കുന്ന രണ്ടെണ്ണം കേട്ടോ. പിന്നെ എപ്പോഴേലും ഒന്ന് സെറ്റായാൽ സെറ്റായി, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലൂട്ടനാണെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസിനോടൊന്നും വലിയ താല്പര്യമില്ല. മൂപ്പർക്കുള്ള സമയം കളിക്കണം, അതാണ് അവൻ്റെ പ്രായത്തിൽ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷേ ഞാനിങ്ങനെ എത്ര പറഞ്ഞാലും അല്ലൂട്ടൻ ചില സമയം നിന്നില്ല. ചില സമയം അവനായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് വരും, വാ അമ്മ നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. ആ സമയം നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്ന് നിന്നും തരും കേട്ടോ. പക്ഷേ ഇതാണ് ഈ റീസെൻ്റ്ലി അവനെ വീഡിയോസിലൊന്നും അധികം കാണാത്തതിനുള്ള കാരണം. അവന് കിട്ടിയില്ല മക്കളെ. തുമ്പിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയം നമുക്ക് ഇങ്ങനത്തെ ഇവൻ്റെ കൂടെ കൂടിയാലൊക്കെ കുറച്ച് കളിക്കണം, ഇവൻ്റെ കൂടെ ഓടി നടക്കണം, വികൃതി കളിക്കണം, ഇതൊക്കെയാണ് മെയിൻ ഉദ്ദേശങ്ങൾ. അപ്പോൾ പിന്നെ ആ വഴിക്ക് അങ്ങ് പോവും.
ആദ്യമൊക്കെ കുറച്ച് അലമ്പ് കളിച്ച് അവളുടെ കയ്യിലേക്ക് ഞങ്ങൾ ഈ പൂക്കൊട്ട കൊടുത്തതിന് ശേഷം കുട്ടി കുറച്ച് ഞങ്ങളടുത്ത് സഹകരിച്ചു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഇനി നീ ചിരിച്ചില്ലെങ്കിൽ ഈ പൂക്കൊട്ട അവരോട് വാങ്ങി വെക്കും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി കുറച്ച് നേരമൊക്കെ അങ്ങനെ അങ്ങ് നിന്നു. ഈ സമയത്ത് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു അവൾക്ക്, അതായത് ലെങ്ത്ത് കൂടുതലായിരുന്നു. കണ്ണിൻ്റെ അടുത്തേ വന്നപ്പോൾ കുറേ പേര് പറഞ്ഞത് ഇത് വെട്ടി കൊടുക്കണം കേട്ടോ എന്നൊക്കെ. അങ്ങനെ വെട്ടിക്കാൻ പോയതാണ് പിറ്റേന്ന്. പക്ഷെ അത് കുറച്ച് കയറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ആരാ നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോയെന്ന് വെച്ചപ്പോൾ അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാന്ന് മറ്റേ സിനിമ പറയില്ലേ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എന്താണ്, പിന്നെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാളിലേക്ക് ഈ ഫോട്ടോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്ലാൻ. അപ്പം അതിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെ ചുമര ഒഴിവുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എല്ലായിടത്തും ഫോട്ടോ ഫ്രെയിം കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ വെക്കും. ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ ഓരോന്ന് കൊളാബൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വെച്ച് സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, എന്നാലും ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ചുമരിലേക്ക് ഒരു സൈഡിലേക്ക് ഒരു ഏരിയ നമ്മൾ ഈ ഫോട്ടോസ് വെച്ച് കവർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നടക്കട്ടെ. ഓക്കെ, പിന്നെ ഞങ്ങൾ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അല്ലും തുമ്പിയൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പര് എപ്പോഴും എടുത്ത് വെച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നിങ്ങളത് മാത്രം എടുത്തപ്പോഴല്ലോ ഞാനും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നല്ല സ്റ്റുഡിയോ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബേബി ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇതായിരുന്നു. പിന്നെ തുമ്പമ്മേനെ കണ്ടില്ലേ, ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഞങ്ങളൊന്ന് വീഡിയോയോ ഫോട്ടോയൊക്കെ എടുത്ത് തിരിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് മക്കളെ നോക്കണം കേട്ടോ. ഏത് വഴിക്കാ പോകാമെന്ന് പറയാൻ പറ്റില്ലേ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോൻ്റെ അണ്ടറിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമേ അല്ല, പക്ഷേ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയൊരു കമൻറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ റിപ്ലൈ ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിലും മറ്റ് ചില വീഡിയോസിന് താഴെയും വന്നിട്ടുള്ള 2-3 എടുത്ത് പറയുന്നത് 2-3 കമൻസേ അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ അതിനെനിക്ക് റിപ്ലൈ ചെയ്യണം തോന്നി. ഭർത്താവിൻ്റെ വീട്ടുകാരെ പൊക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, 2-3 കമൻറ്റ്. എനിക്ക് ആരെയും പൊക്കി പറഞ്ഞും താത്തി പറഞ്ഞും ഒന്നും വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അതല്ലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ, ഞാൻ അതേ കാണിക്കുന്നുള്ളൂ. ഒരു വീടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടത്തിയൊന്നുമല്ല ഞാൻ. ഇനി ഈ കമൻറ്റ് ഇടുന്നവരെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ ഇപ്പോൾ വൈശാടിൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഹേസും അടക്കം 11 ആൾക്കാരുള്ള വീടാണ്. ആ വീട്ടിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ട ഓപ്പണായി പറയുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തും പോകുന്നത് കൊണ്ടാണ് ഒരു ഫാമിലി ആയിട്ട് പോകുന്നത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എവിടെയും പൊക്കി പറയുന്നതല്ല. ഞങ്ങളെ വീട്ടിൽ എങ്ങനെയാണോ ഒരു പ്രാവശ്യമോ അല്ലെ 2 പ്രാവശ്യമൊക്കെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റും. വർഷങ്ങൾ ഞാൻ ഈ യൂട്യൂബ് എന്നുള്ളൊരു ഇതിൽ വന്നിട്ടൊരു 4-5 വർഷമായി. എൻ്റെ വീഡിയോൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് നിങ്ങൾ നോക്കിയോളൂ, ഞാൻ ഈ രീതിയിൽ തന്നെയാണ് എൻ്റെ വീഡിയോ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എത്ര കാലം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പൊക്കി പറയാൻ പറ്റും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സോ അതൊക്കെ കേൾക്കുമ്പോൾ അയ്യേ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും സോറി, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. ആ കമൻറ്റ് കണ്ടപ്പോൾ റിപ്ലൈ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്നു. പക്ഷേ ഈ വിഷയം എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തുമ്പം അതിലേ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അല്ലോട്ടൻ അവിടെ ഏതോ പട്ടീൻ്റെ കൂടെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പട്ടീനെ വിളിക്കാൻ പാടുണ്ടോ അറിയില്ല, ആ പട്ടീൻ്റെ പേര് എനിക്ക് അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ഹേസും വല്യച്ഛനും മീൻസ് കുട്ടിയുടെ വല്യച്ഛൻ, അതായത് നമ്മുടെ വൈശാഖേട്ടൻ, അത് അതിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കാര്യമായിട്ടുള്ള കപ്പിൾ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നു ഇവിടെ മൊത്തത്തിൽ. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മക്കളെ, അടിപൊളിയാണ്. നല്ല റേറ്റും ഉണ്ട് സ്ഥലത്തിന്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ സ്ഥലത്തിന് വില ചോദിച്ചിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ റോഡിലേക്കൊക്കെ പോകാൻ കുറച്ചൊരു ടൈം എടുക്കും. ഈ വീഡിയോയ്ക്കും ഒത്തിരി കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് നിങ്ങൾക്ക് കേൾക്കണ്ടേ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇവർക്ക് ഭയങ്കര നാണായിരുന്നു. അമ്മേ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിച്ചാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത പോസ് അവർ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇങ്ങോട്ടോക്കി പോസ് നിങ്ങൾ അങ്ങോട്ടും കൂടെ നോക്കി. അച്ഛനെ നോക്കാമേ, അച്ഛനെ നോക്കാമേ. അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഇതായിരുന്നു. ഇതിനെ പെറുക്കി കൊണ്ടുവരാണ് കേട്ടോ. അത് ഇതിലേക്ക് ഓടുണ്ട്, ഓൻ അതിൻ്റെ വയ്യാൽ ഓടി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടൊരു സിംഗിൾ എടുക്കട്ടെ. ഞാൻ പോയി കുറച്ച് സിംഗിൾ എടുത്ത്. എവിടെ പോയാലും സിംഗിൾ മുഖ്യമ്പികളെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കൂടിയൊക്കെ ഷൂട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഇരുടായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടോ ഇനി നമ്മളെ പരിപാടി നടക്കില്ല എന്നുള്ളത്. ഇതിൽ ഇൻഡോറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഔട്ട്ഡോറിൽ നിന്നാണ് ഫുള്ള് എടുത്തിട്ടുള്ളത്. ഇൻഡോറിലൊക്കെ നല്ല അടിപൊളി സ്റ്റുഡിയോ, നല്ല സെറ്റപ്പ് സ്റ്റുഡിയോ ആണ്.
അങ്ങനെ പിന്നെ തുമ്പമ്മേനെ വെച്ചിട്ട് കുറച്ച് അവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ നോക്കി, പൂ പറിക്കുന്നത്. പക്ഷേ കുട്ടി അച്ചമ്മേൻ്റെ മാർഗ്ഗത്തിലായിരുന്നു, പുല്ല് പറിക്കാനാണ് പോയത്. ഇവിടുന്നും തുമ്പിക്ക് നല്ല സിംഗിൾ പിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹെയ്സൂൻ്റെ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് പിക്സ് കിട്ടാഞ്ഞത്, കാരണം അവൾ കുറച്ച് അലമ്പായിരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കുട്ടി നല്ലോണം ചിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്ത്, എടീ നിനക്ക് അവിടുന്ന് ഇത്തിരി നേരം ഇങ്ങനെ ചിരിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അവളോട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ നോട്ടം ഫുള്ള് പിന്നാമ്പുറത്തേക്കായിരുന്നു കേട്ടോ. നല്ല സ്ഥലം, വരുന്ന വഴി വരെ ഞാൻ അതാണ് പറഞ്ഞത്. ഇനിയും അധിക നേരം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടും ഹേസുനെ നെബുലൈസ് ചെയ്യാൻ കൊണ്ടുപോകേണ്ടതുകൊണ്ടും ബാക്കി എല്ലാവരും കാർ എടുത്തിട്ട് പോയിട്ടോ. ഞങ്ങൾ ഇനി ബൈക്കിലാണ് പോണത്. അപ്പം ഞാനും തുമ്പമ്മയും വൈശാഖേട്ടനും ഉണ്ട് ഇവിടെ. തുമ്പി ഇതാ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ. അടിപൊളി സ്റ്റുഡിയോ ആണ് മക്കളെ, ഉള്ളിലൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ തുമ്പി ഫുൾ അതിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പിന്നെ കുറച്ചിത് ക്യാമറയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് വേണം ഇനി അവർക്ക് അയച്ചു കൊടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നുള്ള റീൽസിന് പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഫോണിലേക്ക് എടുത്ത ആ വീഡിയോസാണിത്. നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷൂട്ട്. നല്ല അടിപൊളി ക്യാമറയും കാര്യങ്ങളും സെറ്റപ്പായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയപ്പം സെറ്റായിരുന്നു. ഇവിടുന്ന് സേവ് ദ ഡേറ്റും ബേബി ഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ അവിടുന്ന് ഷൂട്ടും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ പിന്നെ ഞങ്ങളും പോവല്ലേ, അങ്ങനെ ഞങ്ങൾ പോവാണ്. പക്ഷേ എൻ്റെ ടെൻഷൻ അതല്ല മക്കളെ, ബൈക്കിൽ കയറണം, സാരി എടുത്ത് 2 സൈഡ് ഇട്ടിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, ഒരു സൈഡിൽ ഇരിക്കണമല്ലോ. പക്ഷേ എനിക്കത് ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഒരു കഥ പറയാനുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, സാരി എടുത്തിട്ട്. ഇതാ ഇങ്ങനെ സാരി എടുക്കുമ്പോൾ 1 സൈഡ് ഇരിക്കുമല്ലോ, അതുപോലെ ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചർക്ക ക്ലാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ അച്ഛനൊന്ന് വളഞ്ഞതാ. അന്നേരം ഞാൻ ആ റോട്ട് കിടന്നു. ആ ഒരു കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ഞാനത് പറഞ്ഞുകൊണ്ടാണ് ഈ പോണത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപാട് എനിക്ക് നല്ല തലവേദന. അപ്പോൾ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ പോയി ഞാനും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചായ ഒരു കാപ്പിയും കുടിച്ചു, കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി എവിടെയും കിടന്നാൽ മതി മക്കളെ, തീരെ വയ്യ, അത്രയും സൈഡായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയി കിടക്കുകയാണ്. വൈശാട്ടനും മക്കളും ഒക്കെ കിടക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ കിടക്കും ഉറങ്ങും അതൊന്നും എന്താ വെച്ചാൽ ചെയ്തോളി, ഞാനിവിടെ സൈഡാണ് മക്കളെ, ഇനി ഇന്നാരും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അമാതിരി ഒരു കിടത്താണ് ഞാൻ കിടന്നത്. കാരണം അത്രയ്ക്കും വയ്യായിരുന്നു കേട്ടോ. 2 ഷൂട്ടൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കിളി മാറും കേട്ടോ. അങ്ങനെ ഇതാ അവരവിടെ ഇതാ 3 എണ്ണം കൂടെ കിടക്കുന്ന ആ തുണീൻ്റെ ചോട്ടിലൊരു സാധനം ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ഇപ്പോൾ ഒരു കെട്ടാണ് മക്കളെ, നമ്മളൊറ്റയ്ക്ക്. ഓക്കെ, പക്ഷേ കുഴപ്പമില്ല, സുഖമല്ലേ. അങ്ങനെ ഞാനും പോയി കിടക്കാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.